ആണ്. എഗ് റോസ്റ്റിന് ഉള്ളിയും ഗാർലിക്കും ക്ലീൻ ചെയ്യാം. ഉള്ളി കട്ടാക്കി തന്നുകൊണ്ട് സിമ്പിളായി തൊലി കളയാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഗാർലിക്കോടും തൊലി കളയണം. മുട്ട പുളിച്ചിട്ടുണ്ട്. നമ്മൾക്ക് അതിൻ്റെ തൊലി പൊളിക്കാം. എനിക്ക് തൊലി കളയ്ക്ക് ഇഷ്ടം. മുട്ട പുറങ്ങുമ്പോൾ എപ്പോഴും നാന്ന തൊലി കളയാറ്. ഇത് തൊലി കഴിഞ്ഞാൽ നമുക്ക് കറി ഇതാക്കാം. അപ്പോൾ നമുക്ക് മുട്ട കറി ഇതാക്കി തുടങ്ങാം. പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടാവാൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇഞ്ചിയും ഗാർലിക്കും ഇട്ട് വെക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെല്ലുള്ളി എടുക്കാം. ഒരു സിമ്പിൾ എഗ് റോസ്റ്റ് ആണ്. ഇനി എടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. കഴിഞ്ഞ ദിവസം എന്താ അവക്കാദോ ഷേക്കും ചപ്പാത്തിയും പനീരും എല്ലാവരും കണ്ടോ? ഇതും കാണുന്നേ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടിക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടി തരാം. എൻ്റെ നീയും നിന്നിൽ പൊത്തൽ നാനും നമ്മുടെ കൊന്നിരം കോതും കൂടെ വന്നിക്കിനാവും പുഞ്ചിരി ചന്തവീരും വീണാവതരും മുന്തിരി ചന്തികളും വീണാലും ഇനി നമുക്ക് പാത്രം നിർത്തുന്നു ഇളക്കി കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മുളക് പൊടി ഇടാം. മല്ലിപ്പൊടി ഇടാം. കുറച്ച് മസാല പൊടി. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം അടിച്ചേക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി കുറച്ച് അരക്കാം. മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് മുട്ട, രണ്ട് മുട്ട, മൂന്ന് മുട്ട, നാല് മുട്ട, അഞ്ച് മുട്ട. ഇനി എന്നിട്ട് കൊടുക്കാം. കറി റെഡിയായി.